ഇതാണ് അവസ്ഥ. നമ്മളെപ്പോഴും ഇങ്ങനെ ഓട്ടത്തോടോട്ടമാണ്. ഹലോ ഫാമിലി, വെൽക്കം ആൻഡ് വെൽക്കം ബാക്ക് ടു ബീനമീസ് ലൈഫ്. നമ്മളിപ്പോ തായ്ലൻഡിലെ 4ാമത്തെ ദിവസത്തിലാണ് നിൽക്കുന്നത്. നമ്മളിപ്പോ സഫാരി വേൾഡ് കാണാൻ വേണ്ടിയിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ അവിടെ ഒരു ഷോ ഉണ്ട്. ആ ഷോ കാണാൻ വേണ്ടിയിട്ടുള്ള ഓട്ടമാണ്. അത് കറക്റ്റ് ടൈമിന് നമ്മൾ അവിടെ ചെന്നില്ലെങ്കിൽ ഷോ ഒക്കെ കഴിഞ്ഞു പോകും. അതുകൊണ്ട് നമ്മൾ കറക്റ്റ് ടൈമായിട്ട് അവിടെ ഒറാങ് ഊട്ടാൻ ഷോ കാണാൻ വേണ്ടിയിട്ട് പോയിരിക്കുവാണ്. Welcome Miss Sarah, Miss Lulu. Wow. Sexy your hand. เป็นไงเอาอย่างนี้ดีกว่าเรารับทราบประวัติคร่าวๆของเขาทั้งคู่กันโอเค one two three സഫാരി വേൾഡ് ഒരു സൂ പാർക്കാണ്. ഇവിടെ ഒരുപാട് പലതരത്തിലുള്ള ആനിമൽസിനെ നമുക്ക് കാണാം. ഇപ്പൊ ഒരു ഷോ കഴിഞ്ഞിട്ടുണ്ട്. ഇനിയും പല സ്ഥലങ്ങളിലും പല ഷോസും ഉണ്ട്. അതിനൊക്കെ ഓരോ ടൈം ഉണ്ട്. അപ്പം ആ ടൈം ഗ്യാപ്പിൽ നമുക്ക് ഇങ്ങനെ ഓരോ മൃഗങ്ങളെയൊക്കെ കണ്ട് നടക്കാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പൊ നമുക്ക് ഇവിടെയുള്ള കുറച്ച് മൃഗങ്ങളെയൊക്കെ ഒന്ന് കാണാം. ഒരു ട്രിപ്പിന് നമ്മൾ പോകുമ്പോൾ അത് ഗ്രൂപ്പ് പാക്കേജ് എടുത്ത് പോകുമ്പോൾ നമുക്ക് ഏറ്റവും കൂടുതൽ വിഷമം വരുന്ന ചില സന്ദർഭങ്ങളുണ്ട്. കാരണം ഇതുപോലെയുള്ള ചില പാർക്കുകളിൽ അല്ലെങ്കിൽ സഫാരി പോലെയുള്ള സ്ഥലങ്ങളിലൊക്കെ നമ്മൾ വരുമ്പോഴേക്കും നമുക്ക് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ഒരു സ്ഥലത്ത് ടൈം സ്പെൻഡ് ചെയ്യാനുള്ള ഒരു അവസരം നമുക്ക് കിട്ടത്തില്ല. കുറച്ചു നേരം ഏതെങ്കിലും സാധനം കണ്ടുകൊണ്ട് നിൽക്കണം തോന്നിയാൽ അവിടെ നിൽക്കാൻ പറ്റത്തില്ല. നമുക്ക് ഏതെങ്കിലും എക്സ്ട്രാ ഷോസ് കാണാമെന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ അത് കാണാൻ പറ്റില്ല. കാരണം അവർക്കൊരു ടൈം ലിമിറ്റ് ഉണ്ട്. ഈ ടൈമിനുള്ളിൽ തന്നെ നമ്മളെ പല സ്ഥലങ്ങളിലും അവർക്ക് കൊണ്ടുപോകേണ്ടതായിട്ടുണ്ട്. അപ്പൊ ഇപ്പൊ നമ്മളിവിടെ ലഞ്ച് കഴിക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ്. അതൊരു ഭയങ്കര വലിയൊരു ഹോളാണ്. വലിയൊരു കല്യാണ മണ്ഡപം അല്ലെങ്കിൽ കല്യാണത്തിനൊക്കെ ഫുഡ് കൊടുക്കുന്ന മാതിരി ഒരു സ്ഥലമായിട്ട് നമുക്ക് തോന്നും. ഭയങ്കര വലുതാണ്. അവിടെ എല്ലാ സ്ഥലങ്ങളിൽ നിന്നുള്ള ആൾക്കാർ വന്നിരുന്ന് ഫുഡൊക്കെ കഴിച്ചിട്ട് പോകും. അപ്പൊ നമ്മളും അവിടെ പോയി ഫുഡൊക്കെ കഴിച്ചിട്ട് പിന്നെ പുറത്തേക്ക് ഇറങ്ങി അവിടെ കുറേ ഷോസും പിന്നെ ഗെയിംസ് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ട്.
അപ്പൊ നമ്മൾ അവിടെ എങ്ങും നമുക്ക് അതൊന്നും ജസ്റ്റ് ഒന്ന് നോക്കി ആ ഗെയിം ഒന്ന് നോക്കി നിന്ന് എൻജോയ് ചെയ്യാനുള്ള സമയം പോലും ഇല്ല. നമ്മളിങ്ങനെ ട്രെയിൻ പോകുന്ന പോലെ പൊക്കോണ്ടിരിക്കുക. നമ്മുടെ കോർഡിനേറ്റർ മുമ്പേ പോകും, നമ്മൾ ആ പുള്ളിക്കാരിയെ സ്പോട്ട് ചെയ്ത് നമ്മൾ പുറകെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഓട്ടത്തോട് ഓട്ടമാണ്. കാരണം നമുക്കിപ്പോൾ അടുത്ത ഷോ കാണാൻ വേണ്ടിയിട്ട് പോകണം. ഇനി നമ്മൾ കാണാൻ പോകുന്നത് ഡോൾഫിൻ ഷോ ആണ്. ബേബി ഷാർക്ക് ഷോ എന്നാണ് അവർ പറയുന്നത്. അവിടെ ഷാർക്കിന്റെ പാട്ടൊക്കെ വെച്ചിട്ട് പിള്ളേർക്ക് ഭയങ്കര എന്റർടൈൻഡ് ആയിരുന്നു. ഡോൾഫിൻ ഷോ കഴിഞ്ഞതിന് ശേഷം നമ്മൾ അവിടെ ഒരു സീലാന്ന് തോന്നുന്നു, ഈ മൃഗത്തിന്റെ പേര് ശരിക്കും എനിക്ക് അറിയത്തില്ല, നീർനായ എന്ന് പറയുന്ന സാധനമാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അതിന്റെ ഷോ ഉണ്ടായിരുന്നു. അതിന്റെ ഒരു ഷോ കഴിഞ്ഞിട്ട് നമ്മൾ പിന്നെ പോകുന്നത് സഫാരിയുടെ അകത്തേക്കാണ്. അവിടെ മുഴുവനും മൃഗങ്ങളെയൊക്കെ ഇങ്ങനെ അഴിച്ചു വിട്ടിരിക്കുന്ന സ്ഥലങ്ങളാണ്. ഇതിപ്പോ ഇവിടെ എല്ലാം കുറച്ച് കൂടുകളിൽ ഇട്ടിരിക്കുന്നതിലാണല്ലോ ഉള്ളത്. അവിടെ ചെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓൾമോസ്റ്റ് എല്ലാ സാധനങ്ങളും ഇങ്ങനെ കാടിനകത്തൂടെ നടക്കുന്നവരും, അതിനകത്തൂടെ നമ്മുടെ വണ്ടിയെ കൊണ്ടുപോകുന്നതാണ് അടുത്തത്. അപ്പൊ അതിനുവേണ്ടി പോകാൻ വേണ്ടിയിട്ട് നമ്മൾ വേറൊരു ഷോ ഉണ്ടായിരുന്നു, അത് നമ്മൾ സ്കിപ്പ് ചെയ്തു. കാരണം അതും കൂടെ നമുക്ക് കാണുവാണെങ്കിൽ ഇതിന് പോകാൻ വേണ്ടി ടൈം കിട്ടത്തില്ല. അത് കഴിഞ്ഞിട്ട് നമുക്ക് നേരെ എയർപോർട്ടിലേക്ക് പോകാൻ വേണ്ടിയിട്ടും കൂടെ ഉള്ളതാണ്. അപ്പൊ നമ്മൾ നേരെ അത് കാണാൻ വേണ്ടിയിട്ട് പോവാ. അപ്പൊ അവിടെ നമുക്ക് സിംഹം, കരടി, പുലി അങ്ങനത്തെ എല്ലാ സാധനത്തിനെയും കാണാം. പിന്നെ കുറേ പക്ഷികളെയും കാണാം. അപ്പൊ നമുക്ക് അതെല്ലാം കൂടെ ഒന്ന് കണ്ടിട്ട് വരാം. ഈ വണ്ടിക്കകത്ത് ഒരാൾ ഇരിപ്പുണ്ട്. അയാള് സ്റ്റാഫല്ലേ? സ്റ്റാഫല്ലേ? സിംഹത്തെ അറിയാം സ്റ്റാഫ്. അത് അവർക്ക് പരിചയം ഉണ്ടാവുമല്ലോ, മൃഗങ്ങൾക്ക് പരിചയം ഉണ്ടാവുമല്ലോ, കണ്ട് കണ്ട് തിന്നാൻ കൊടുക്കുന്ന ആൾക്കാരെ കടിക്കേണ്ട കാര്യമില്ലല്ലോ. These are all പെണ്ണ്. അയൽക്കൂട്ടാണ് കാണാം, പക്ഷെ ഉറക്കാന്നില്ല. ഇതാണ് ബോയ്. എവിടെ കിടക്കുന്നത്? ജഡ ഉണ്ടല്ലോ, ജഡ. അയ്യോ, താഴെ എവിടെയാ? താഴെ അടിവശത്ത് കിടപ്പുണ്ട്. ശരിയാ, പക്ഷെ കാണത്തില്ല.
നല്ല വൃത്തിയല്ലേ? അതെ, വൃത്തിയുണ്ട്, അതാണ്. ഇത് പക്ഷെ കുറച്ച് പ്രായമായി. 9, 10, 10 11 വെള്ളം കുടിക്കാൻ വെള്ളം കുടിക്കുന്നു. 12 അയ്യോ, വെള്ളത്തിന് ചൂട് കാരണം അത്രയുള്ള. അപ്പൊ കയം അധികം കയമില്ല. ഞാൻ വിചാരിച്ചു ഒത്തിരി ഇതായി. വാവ്, താങ്ക് യു. 40 ഉണ്ട്. ഞാനും വരട്ടെ, ചെല്ലേ ഞാനും വരട്ടെ. കടിച്ചു പറിച്ച് തിന്നാൻ. ആ കിടപ്പിന്റെ ദിശയൊക്കെ മാറും. മരത്തിന്റെ അടിയില. രണ്ടുപേരെ. 2 3 പക്ഷെ മരത്തിന്റെ പൊടിയായി. 4, 5, 6, 7 അതും കൂടെ കൂട്ടിയാണ് 7. ഏത് ആ കമ്പും കോലും ഒക്കെയോ അതോ മേളിൽ നിൽക്കുന്ന കൊക്കോ? അയ്യോ, അത് കിടന്ന് നല്ല പൂത്തുറക്ക. നമ്മൾ കിടക്കുന്നത് എന്തോ തിന്നുന്നത്, അതാണോ തിന്നുന്നത്? മീനായിരിക്കും ചിലപ്പോ. നല്ല വെള്ളം കുടിക്കുക. തലയൊന്ന് പൊക്കടാവേ. പായല തിന്നുന്നത്. ഒന്ന് തിന്നാൻ കിട്ടിയ പാലയിന്നാണോ? അപ്പൊ വെജിറ്റേറിയൻ ആയോ? നമ്മളെ ലോക്കൽ കണ്ടുപോകും. അങ്ങനെ നമ്മുടെ സഫാരിയിലെ കാഴ്ചകളെല്ലാം കഴിഞ്ഞു. ഓപ്പൺ സൂയിലൂടെ നമ്മൾ വരുന്നത് ശരിക്കും പറഞ്ഞാൽ എക്സിറ്റിലേക്കാണ് വണ്ടിയിലൂടെ വരുന്നത്. നമ്മുടെ 4 nights 5 days തായ്ലൻഡ് ട്രിപ്പ് അങ്ങനെ ഇവിടെ കഴിഞ്ഞു. ഇനി നമ്മൾ പോകുന്നത് എയർപോർട്ടിലേക്കാണ്. കഴിഞ്ഞ തവണ വന്നപ്പോൾ ചെയ്യാൻ പറ്റാതിരുന്ന കുറെ വാട്ടർ ആക്ടിവിറ്റീസും പിന്നെ കാണാൻ പറ്റാത്ത കുറെ സ്ഥലങ്ങളും ഒക്കെ കണ്ടതിന്റെ ഒരു സന്തോഷത്തിലാണ് ഇപ്പോൾ ഞാൻ. ഇനി ഒരു തായ്ലൻഡ് ട്രിപ്പ് എനിക്ക് ഉണ്ടാവാൻ ചാൻസ് ഇല്ല. കാരണം നമ്മൾ എപ്പോഴും ഒരേ സ്ഥലത്തേക്ക് വേണ്ടി പൈസ ചെലവാക്കുന്നതിൽ അർത്ഥമൊന്നുമില്ലല്ലോ. തായ്ലൻഡ് ട്രിപ്പിന്റെ കുറെ വീഡിയോസ് നമ്മൾ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതൊരു പ്ലേലിസ്റ്റ് ആയിട്ട് ഞാൻ ഇടുന്നതാണ്. മലേഷ്യൻ ട്രിപ്പിന്റെയും ഒരു പ്ലേലിസ്റ്റ് കിടപ്പുണ്ട്. കാണാൻ താല്പര്യമുള്ളവരൊക്കെ ഒന്ന് കണ്ടു നോക്കണം. പിന്നെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു ഫോർ വാച്ചിങ്.